മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ 90-ാം ജന്മദിനമാണിന്ന്. പ്രണയത്തിൻ്റെ അഗാധമായ എഴുത്തായിരുന്നു മാധവിക്കുട്ടിയുടേത്. സീമകളില്ലാതെ നിബന്ധനകളില്ലാത്ത പ്രണയത്തിൻ്റെ രാജകുമാരിയുടെ പിറന്നാൾ ഓർമ്മ. മാധവിക്കുട്ടി അത്രമേൽ പ്രിയപ്പെട്ടൊരു പേരാണ് മലയാളത്തിന്. സ്നേഹത്തെ ഇത്രയും തീവ്രമായി നിർവചിച്ച മറ്റൊരാൾ മലയാളത്തിനുണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. അതിരുകളില്ലാത്ത, ഉപാധികളില്ലാത്ത, വാർപ്പുമാതൃകകളില്ലാത്ത സ്നേഹം. തീക്ഷ്ണ സൗന്ദര്യമായിരുന്നു ആമിയുടെ എഴുത്തുകൾക്ക്. ധാർഷ്ട്യമുള്ള, നിരന്തരം കലഹിക്കുന്ന, ക്ലാവു പിടിക്കാത്ത സ്നേഹം തനിക്ക് പ്രകടമായി വേണമെന്ന് മാധവിക്കുട്ടി ഉറച്ചു പറഞ്ഞു. അന്നോളം മലയാളത്തിൻ്റെ എഴുത്തുപുര കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ദൃഢതയുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. പുന്നയൂർ കുളവും നാലപ്പാടും പുതുമഴയുടെ മണമുള്ള നീർമാതളപ്പൂക്കളും മാധവിക്കുട്ടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. സ്ത്രീജീവിതത്തിൻ്റെ തീവ്രഭാവങ്ങളായിരുന്നു മാധവിക്കുട്ടിയുടെ എഴുത്തിൽ. മരണം കണ്ണീർ തൂവിയ നെയ്പ്പായസവും, കണ്ണാടി നോക്കാൻ മറന്ന കോലാടിലെ അമ്മയും, പക്ഷിയുടെ മരണവും, നഷ്ടപ്രണയത്തിൻ്റെ തീരാവേദന തന്ന നഷ്ടപ്പെട്ട നീലാംബരിയും, അങ്ങനെ എത്രയെത്ര കഥകളാണ് വായനാ പ്രപഞ്ചത്തിന് മാധവിക്കുട്ടി സമ്മാനിച്ചത്. ആത്മകഥാംശമുള്ള, അല്ലെങ്കിൽ ആത്മകഥ തന്നെയായ എൻ്റെ കഥ അത് എഴുതിയ കാലത്തുണ്ടാക്കിയ വിവാദങ്ങൾ ചെറുതായിരുന്നില്ല. പട്ടുപാവാട കുപ്പായത്തിൽ നിന്നും മാത്രം പെണ്ണെഴുത്തിനെ കണ്ട സമൂഹത്തിന് എഴുത്തിൻ്റെ, ചിന്തയുടെ അതിതീഷ്ണ ഭാവങ്ങളാണ് മാധവിക്കുട്ടി സമ്മാനിച്ചത്. വിലക്കപ്പെട്ട വായനകൾ പലതുണ്ടായി എൻ്റെ കഥയ്ക്ക്. പെണ്ണെന്തെഴുതരുത് എന്ന വിലക്കിൻ്റെ പൊട്ടിച്ചിതറലായിരുന്നു അത്. മലയാളത്തിൽ മാധവിക്കുട്ടി, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കമലാദാസ്, പ്രിയപ്പെട്ടവർക്ക് ആമി, അതിലേറെ പ്രിയപ്പെട്ടവർക്ക് ആമി ഒപ്പു, ഒടുവിൽ കമലാ സുരയ്യ. ഒരു ജീവിതത്തിൽ പല ജീവിതം ജീവിച്ചവളായിരുന്നു മാധവിക്കുട്ടി. ഏത് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും പുന്നയൂർ കുളത്തെ നിർമാതളച്ചോട്ടിലേക്ക് ഓടിയെത്താൻ കൊതിക്കുന്ന പെൺകുട്ടിയായിരുന്നു മാധവിക്കുട്ടി. ഒരു മെയ് മാസത്തിൽ കൊഴിഞ്ഞുപോയ പൂവിതൾ. നിർമാതളം പൂക്കുന്നത് ഒരാഴ്ചക്കാലത്തിന് വേണ്ടിയാണ്. പുതുമഴയുടെ സുഗന്ധമുള്ള കാലത്തോളം, അക്ഷരമുള്ള കാലത്തോളം മലയാളത്തിൻ്റെ ആമിക്ക് എന്നും ചെറുപ്പമാണ്. അത്രമേൽ പ്രിയപ്പെട്ട എഴുത്തിന് പിറന്നാൾ ഓർമ്മകൾ. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.